ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് മല്ലിയിലയും പുതിനയിലൊക്കെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അതുപോലെ തന്നെ ടിപ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഉള്ള മല്ലിയില നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ആഴ്ചയിൽ പോയി മേടിക്കാറുണ്ടല്ലേ, പക്ഷേ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കേട് വരുത്തിയും അതുപോലെ തന്നെ വാടിച്ചിട്ടും കളയുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യത്തെ രീതി ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്ന ഒരു പാകത്തിന് കട്ട് ചെയ്തിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയൊക്കെ മാറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐസ് ക്യൂബ്സൊക്കെ ഇടാറുള്ള അതിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് മാറ്റിയിട്ടുള്ള ആ ഒരു മല്ലിയിലയും പുതിനയിലയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇത് നമുക്കൊരു കറിക്കുള്ള പാകത്തിനാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം, അതായത് ആ ഇലകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് മാറ്റണം. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഓരോ ക്യൂബ്സ് എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറിക്ക് പാകമായിട്ടുള്ള അളവിലുള്ളത് കിട്ടും കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഐസ് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടും നമുക്ക് വേസ്റ്റായി പോവില്ല. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു രീതിയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും കടയിൽ പോയി ചെറിയ ആവശ്യങ്ങൾക്കൊന്നും തന്നെ മേടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത് നല്ലൊരു രീതിയാണ്. ഇനി അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതുപോലൊരു ചില്ലിൻ്റെ ഒരു കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് പ്ലാസ്റ്റിക്കിൻ്റെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ ഇരുന്നോളും. ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ട് വെള്ളം നനവൊന്നും ഇല്ലാതെ നല്ല തുടച്ച് വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഒക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട്, ഇതിപ്പോൾ ഞാൻ 3 ആഴ്ചയായി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒട്ടും കേട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇത് നമുക്ക് തണ്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സൂക്ഷിക്കാം. പക്ഷെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളമയം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകാതെയും സൂക്ഷിക്കാം. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് കഴുകിയാൽ മതി. അപ്പോൾ കഴുകാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ അധികം കാലം നിൽക്കുക. നമ്മൾ നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൽ ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വേഗം ചീത്തയായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് ഈ രീതിയിൽ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കാലമൊക്കെ നിൽക്കട്ടെ. ഒരു മാസത്തോളമൊക്കെ ജലാംശം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളമൊക്കെ നിൽക്കും. മുമ്പ് പറഞ്ഞ രീതിയിലാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ മാസങ്ങളോളം നിൽക്കും കേട്ടോ.